അല്ലൂസിന് കൃഷിത്തോട്ടം ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. നമുക്ക് ടോപ്പിക് മാറ്റിയാലോ? നമുക്ക് വേറെ എന്തെങ്കിലും കുറിച്ച് സംസാരിച്ചാലോ? കൃഷിത്തോട്ടം ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. വെള്ളമൊക്കെ ഒഴിക്കാറില്ലേ കറക്റ്റ് ആയിട്ട്? ഈ റീൽസ് ഒക്കെ ചെയ്യുന്നതിന്റെ ഞാൻ വെള്ളം ഒഴിക്കണതേ ചെടിക്ക് വെള്ളം ഒഴിക്കണ കാര്യ പറഞ്ഞത്. അല്ലൂസ് എങ്ങനെ വെള്ളം ഒഴിക്കുക? ഒഴിക്ക. എന്തൊക്കെ ചെടി ഉണ്ട് അല്ലൂസേ? ആരാ ഈ കാലുമേ കാലം കെട്ടി വെച്ചിരിക്കുന്നേ? നല്ല രസമുണ്ട് കാണാൻ. പിന്നെ റംബൂട്ടാൻ, മൈലാഞ്ചി, ഇത് മൂന്നും ഒരു ബന്ധമില്ലല്ലോ. ആ മൈലാഞ്ചി കയ്യിലിടാലോ അല്ലേ? അതാണ് ഇട്ടിട്ട് പോയതാണോ? സോറി, ഞാൻ മിണ്ടണില്ല. ഞാൻ മിണ്ടാണ്ടിരുന്നോളാം. ആ പറഞ്ഞോ. മൈലാഞ്ചി, റംബൂട്ടാൻ, പിന്നെ ജംബോട്ടിക്ക, ചെറി, കർമൂസ. അതാണല്ലേ കർമൂസ. അതാണ് ആ കാണിച്ചു തന്നത് എന്നെ അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങള് അവിടെ പപ്പായ എന്നല്ലേ പറയാ. അപ്പൊ ഞാൻ ചോദിച്ചത് പപ്പായ ആണ്. അതല്ല, വേറെന്തോ. അതറിയാൻ പാടില്ല. കർമൂസ അല്ലേ? ആ പേര് ഞാൻ ഓർത്തില്ല കേട്ടോ. അത് കഴിക്കാൻ ഇഷ്ടാണോ? ഭയങ്കര ഇഷ്ടം. അതും റംബൂട്ടാന്റെ ഭയങ്കര ആളാ. ഈ റീൽസ് ഒക്കെ ഇതിന്റെ ഇടയ്ക്കൊക്കെ ചാമ്പക്ക ഉണ്ടല്ലോ. ചാമ്പക്ക കണ്ടായിരുന്നു. ഈ റീൽസ് ഒക്കെ എപ്പോഴാ നിങ്ങൾ എടുക്കുക? അവളുടെ സമയത്തിന് ഇങ്ങനെ നോക്കി നിക്കോ? വൈകുന്നേരം ആകുമ്പോ എത്തും. വൈകുന്നേരം ലൈറ്റ് പോകുന്നതിന് മുന്നേ അങ്ങനെ എടുക്കും. പിന്നെ ശനി ഞായറും. നമുക്ക് രണ്ടുപേരും ടീച്ചിങ് ഫീൽഡ് ആയതുകൊണ്ട് ലീവ് കുറെ ഉണ്ടാവും. അപ്പൊ എഡിറ്റിംഗ് ഒക്കെ അത് രാത്രി ഇരുന്നിട്ട് ഇവർ രണ്ടാളും കിടന്നുറങ്ങി അതിന് ശേഷമാണ് എഡിറ്റ് ചെയ്യുക. നിങ്ങൾ ഇവർ രണ്ടുപേരും കിടത്തി ഉറക്കിയിട്ടാണ് ഈ എഡിറ്റിംഗ്. രണ്ടാളും ഉണ്ടെങ്കിൽ നടക്കൂല. അതെന്തിനാ? അപ്പോഴേക്ക് നേരം വെളുക്കലും ഉണ്ട്. ഈ റീൽസ് ഒക്കെ ആദ്യമേ ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴായിരുന്നു? അതായത് അവൾ ഇരുന്ന് തരാറുണ്ടായിരുന്നു ആദ്യമൊക്കെ? ഇല്ല, ഇതിലേക്ക് ഒരു സംഭവം ഉണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ ഫോട്ടോസ് ഇല്ല. എന്റെ തീരെ ഫോട്ടോസ് ഇല്ല. സ്കൂളിൽ പഠിക്കുന്ന 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഗ്രൂപ്പ് ഫോട്ടോ. നമ്മളെ ഗ്രൂപ്പിൽ നമ്മള് സ്കൂളിൽ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കില്ല. ആ ഫോട്ടോ ആണ് ജീവിതത്തിലെ ഫസ്റ്റ് ഫോട്ടോ. അപ്പോൾ മോളുണ്ടായപ്പോൾ എനിക്കത് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. അതായത് അവളുടെ A to Z സംഭവങ്ങൾ അതൊരു മെമ്മറി പോലെ കീപ്പ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം സെറ്റ് ചെയ്താക്കുന്നത്. അങ്ങനെ ചെറുപ്പത്തിൽ 2-3 വീഡിയോസ് വൈറലായി. അങ്ങനെ ആൾക്കാർ കൂടി. അങ്ങനെ അവരിങ്ങനെ പറയാൻ തുടങ്ങി സ്ഥിരമായിട്ട് ഇടണം, അവർക്ക് സ്ഥിരമായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഇത് ശരിക്കും ആഴ്ചയിലോ മാസത്തിലൊക്കെ അങ്ങനെ ഓരോന്നേ ഇടല്. നമ്മൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇതാക്കി ചെയ്തരും. അപ്പോൾ ഇവർ പറയാൻ തുടങ്ങിയ ശേഷം സ്ഥിരമായിട്ട് ഇടാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായി, ഒരു മാറ്റം വന്നു. ഇപ്പോൾ എവിടെയും പോയാലൊക്കെ ആൾക്കാർ ചെറുതായിട്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുമ്പോൾ എവിടെ സ്കൂളിൽ പഠിപ്പിക്കുക? ഞാൻ ഇവിടെ JDT പോളിടെക്നിക് കോളേജ് വെള്ളിമാടുകുന്ന് അവിടെ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. വൈഫ് ആലോചിച്ചിരിക്കാൻ ഞാൻ ആഹാ എല്ലാരും പറയും. ഇനി വേറെ ഏതൊക്കെ സാറുമാരുണ്ട് അവിടെ? ഇല്ല, മൂപ്പരെ മാത്രമേ അറിയുള്ളൂ. ആളെ മാത്രം. മൂപ്പര് ഒന്ന് മുടി അങ്ങനെ മുട്ടയില്ല. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പര് ആ ഒരു സംസാരത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ പേര് പഠിച്ചുപോയി. അങ്ങനെ സാറ് ഫേമസ് ആയല്ലേ? സാറിന്റെ അടുത്ത് പറയോ ഞാൻ ഫേമസ് ആക്കിയിട്ടുണ്ട് പേരെന്ന്? ഇത് വിഷയാവട്ടോ. വിഷയാവട്ടോ. ഏത് സ്കൂളാ ഒന്നും പറഞ്ഞില്ല. ഏത് സ്കൂളാ പറഞ്ഞ അമ്മ? അമ്മ ഏത് സ്കൂളാ? മുക്ക ഹയർ സെക്കൻഡറി സ്കൂൾ വാത്സൻ സാർ. സാറിന്റെ പേരല്ലേ? സാറിന്റെ പേര് എന്തിനാ പറഞ്ഞ? സ്കൂളിന്റെ പേരല്ലേ ചോദിച്ചാ? മുക്ക ഹയർ സെക്കൻഡറി അല്ലേ ആ മാനേജറിന്റെ സ്കൂള്. അതുകൊണ്ട് മാനേജറിന്റെ പേരും കൂടി പറയണോ? ആള് കേക്കണ്ട. ആള് കേട്ട എന്നെ ചീത്ത പറയിപ്പോ. പറഞ്ഞോളൂ ഞാൻ പാവാണെന്ന്. ഫ്രണ്ടല്ലേ? ഫ്രണ്ടാണ്. എപ്പോഴാ പോവും. അപ്പൊ ഇടയ്ക്ക് തന്നെ വത്സൻ സാറിന്റെ എടുത്ത് വെക്കുന്നുണ്ട്.
ആ എടുത്തു പോവൂലേ? എടുത്ത് പോവല്ല, എടുത്ത് വെക്കും അങ്ങോട്ട്. എടുത്ത് വെക്കും അവിടെ. ഈ പല്ല് എങ്ങനെയാ എന്താണ് മിഠായി കഴിച്ചിട്ട് എങ്ങനെ ആയെന്നൊക്കെ കേട്ടു, നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് അവിടെ. ആ ഓ മുട്ടായി കഴിച്ചിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് സ്കെയിൽ വെച്ചു. വെച്ചപ്പോ വേദന മാറി. വേദന വേദന മാറി, അതെനിക്കറിയാം. പല്ലിനൊക്കെ ഫാൻസ് ഉണ്ടെന്നൊക്കെ കേട്ടായിരുന്നു. ഇവിടെ എല്ലാരും പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോഴേ. ഏത് പല്ലിനാ ഫാൻസ്? ആ പല്ലല്ല, അത് പെട്ടെന്ന് കാണില്ലല്ലോ. ആ പല്ലിന് ഞാനിപ്പോ വന്നപ്പോ ഫാൻ ആയിട്ടുണ്ട് ഉള്ളില്. എന്ത് സുന്ദരിയാ കാണാൻ. കമ്മലൊക്കെ ഇടാനായിട്ട് എന്തെങ്കിലും ഇപ്പൊ കുത്തിക്കില്ല എന്നൊക്കെ തീരുമാനിച്ചു വെച്ചേക്കാണ്. അത് എന്തിനാ വേദനിപ്പിക്കുന്നൊരു മൈൻഡ്. അതായത് അവൾക്ക് ടൈം ആകുമ്പോ അവൾക്ക് വേണമെങ്കിൽ കുത്തിക്കോട്ടെ, നമ്മളായിട്ട് വേദനിപ്പിക്കില്ല എന്നുള്ളൊരു സംഭവം. ഞാൻ പലരും ഇങ്ങനെ ചിന്ത കേട്ടിട്ടുണ്ട്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്താകുമ്പോ ഇഷ്ടമുണ്ടെങ്കിൽ കുത്തിക്കോട്ടെ എന്ന് പറയുമ്പോൾ അധികം വേദനിക്കും, അവള് കരയുകയും ചെയ്യും. എന്തിനാ നമ്മൾ അറിഞ്ഞോണ്ടൊരു സംഭവം ചെയ്യുന്നതില്ല. പിന്നെ അവർക്ക് വേണമെങ്കിൽ കുത്തിക്കോട്ടെ. ഇപ്പതാ വൈഫ് ഇതാ ജനിച്ചപ്പോ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 5-6 കുത്തിയിട്ടുണ്ട്. അല്ലൂസിന്റെ കാത് കുത്തണ ഇഷ്ടാണോ? എപ്പോഴും ഷർട്ടും പാൻസും ഒക്കെ ഇടാനാണോ ഇഷ്ടം? ഇതും ഇടാൻ ഇഷ്ടം, ഗേൾസിന്റെ ഇടാനായിട്ട് ഇഷ്ടമാണ്. ഇപ്പൊ അല്ലൂസിന്റെ എന്താ പറയാ, ചില ആൾക്കാരൊക്കെ ചോദിക്കാറില്ലേ ബോയ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാനിവിടെ വന്നപ്പോ ചോദിച്ചപ്പോഴും ഞാൻ ബോയ് ആണെന്ന് പറഞ്ഞു. ബോയ് ആണോ ഇഷ്ടം? ഇനി മുടിയൊക്കെ വളർത്തോ അതോ ഇത്രയും തന്നെ ഉണ്ടാവുള്ളൂ? മുടി വളർത്തിയാൽ ഗേളാവും. മുടി വളർത്തിയാലേ മുടി വളർത്തിയാൽ ഗേളാവും, വളർത്തിയില്ലെങ്കിൽ ഇപ്പൊ ബോയ്സ് ആവും. മുടി വെട്ടിയാ ബോയ് ആവും. അതുകൊണ്ട് മുടി വെട്ടണില്ല. മീശ വെച്ചാ ഹസ്ബൻഡ് ആവും. ഹസ്ബൻഡ് ഭാര്യ ഭർത്താവും. മറ്റേ വീഡിയോ അല്ലേ അതെന്താ? അത് വീഡിയോ കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടാ. ഞാനൊരു ചെക്കനെ ആലോചിച്ച് കൊണ്ടുവന്നു. ചെക്കനെ കാണിച്ചു തരും. ഇല്ല വെറുതെ പറഞ്ഞത്. വേണ്ട അല്ലേ? തമാശ പറഞ്ഞല്ലേ, ഈ സീരിയസ് ആക്കല്ലേ. സീരിയസ് കല്യാണം കഴിക്കണ്ട. കല്യാണം കഴിക്കണ്ട, എന്തിനാല്ലേ കല്യാണം അല്ലേ? ഞങ്ങൾക്ക് സ്കൂളിൽ പോയി പഠിക്കാനുള്ളതാ. ഇനിയിപ്പോ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയണേ? റീൽസ് ഒക്കെ കണ്ടോ അവര്? എല്ലാരും കണ്ടു. ഇനി കാണാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാരും കണ്ടിട്ടുണ്ട് ഇപ്പൊ. കാണാത്ത ആരും ഇല്ല. അപ്പൊ അവ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയണേ? എനിക്ക് ഇതുപോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടോ? ഇല്ലേ? അവര് പറയാറുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അവർക്കും റീൽസിലൊക്കെ അല്ലൂസിന്റെ കൂടെ നിക്കണം എന്നൊക്കെ പറഞ്ഞു. നിർത്തിക്കോ അവരെ? സാരംഗി പറഞ്ഞിട്ടുണ്ട്, സാരംഗിന്റെ ഒരു ഫാൻസ് ഉണ്ട്. ആ ഫാൻസിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പൊ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു. ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു. എന്തോരം ഡാൻസിന്റെ റീൽസാന്നറിയോ ഇൻസ്റ്റാഗ്രാം നിറച്ച്. ഡാൻസ് കളിക്കാൻ ഇത്ര ഇഷ്ടാണോ? ഡാൻസ് ഒക്കെ ആരാ പഠിപ്പിച്ചു തന്നെ? ഒരു ഡാൻസ് പഠിക്കുന്നില്ല. അപ്പൊ ഡാൻസ് ക്ലാസ് എന്തിനാ പോണേ? ഡാൻസ് മാസ്റ്റർ അല്ലേ പഠിപ്പിക്കുന്നത്? മാസ്റ്റർ പേര് മാസ്റ്റർ അഖിലേഷ് മാസ്റ്റർ. പറഞ്ഞു കൊടുക്ക, അഖിലേഷ് മാസ്റ്റർ ആണ് ഡാൻസ് മാസ്റ്റർ. പാവാണോ അഖിലേഷ് മാസ്റ്റർ? എന്നെ ഡാൻസ് പഠിപ്പിക്കോ? പഠിപ്പിക്കും. എന്നെ അല്ലൂസ് പഠിപ്പിച്ചാ മതി കേട്ടോ. ഞാൻ അതിനാ വന്നത്. ഞാൻ ഇത്രയും ദൂരം വന്നത് എന്തിനാന്നറിയോ? പഠിപ്പിച്ചു തരും. അപ്പൊ എപ്പോഴാ പഠിപ്പിക്കുക എന്നെ? ഇത് ഇപ്പൊന്നും കഴിയില്ല കേട്ടോ. ഇത് ഞാൻ രാത്രി ഇവിടെ ഉണ്ടാവും. ഞാൻ കുറുക്കനെയൊക്കെ കണ്ടിട്ടേ പോണുള്ളൂ. കുറുക്കനെ കാണട്ടെ. എന്നെ ഒറ്റ നിങ്ങൾ ഒച്ച ഉണ്ടാക്കാണ്ട് നിക്കണം. എന്നാ കുറുക്ക ഇടയ്ക്ക് ഇവിടെ വരും. മിണ്ടാണ്ട് നിർന്നാലേ കുറുക്കൻ വരുള്ളൂ. ഇവിടെ ആരുമില്ല വിചാരിച്ചിട്ട് ഇടയ്ക്ക് ഇവിടെ കുറുക്ക ഇവിടെ കിടക്കും. ഓഹോ, അങ്ങനെയാണ് നിങ്ങളെ കുറുക്കനെ ഇങ്ങോട്ടേക്ക് വരുത്തിക്കണത് അല്ലേ? ഇടയ്ക്ക് കോഴീനെ കടിക്കയിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. കോഴീനെ ആരെ ഇട്ട് കൊടുക്കുക? ഒരാളിട്ട് കൊടുക്കില്ല, വീട്ടിൽ
അല്ലേ? അല്ല, മുട്ടയാണോ? വീട്ടിൽ ഇങ്ങനെ എല്ലാ വീട്ടിലും പോയിട്ട് കോഴി ഉണ്ടോ നോക്കും. കുറുക്കൻ ചോദിക്കും. കോഴി ഉണ്ടോന്ന് ചോദിക്കോ അതോ നോക്കോ? ചെല്ലിട്ട് കോഴി ഉണ്ടോ ആ നോക്കും. നോക്കും. എന്നിട്ട് കോഴി ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചിട്ട് വേഗം കഴിക്കും. അത് കോഴി കറിയൊക്കെ വെച്ചിട്ടല്ലേ കഴിക്കുക, വെറുതെ കഴിക്കോ? ഓട് വെറുതെ കഴിക്കും. ഓടക്ക് ഇതൊന്നും ഇല്ലല്ലോ, എന്തില്ല? ചട്ടി ഒന്നില്ലല്ലോ. ശരിയാ, ചട്ടിയില്ല. അല്ല, ഇവിടെ ഉണ്ടല്ലോ ചട്ടി. ഇങ്ങോട്ട് വരില്ല. ഇവിടെ എന്റെ അമ്മച്ചനുണ്ട്. അമ്മച്ചൻ കുറുക്കനെ തല്ലി കൊന്ന് കഴിച്ചാണ്. ഓ ഷൂ